ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന സ്ട്രോബെറി കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോയുമായിട്ടാണ്. കേക്ക് ഞാൻ നേരത്തെ തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ കൊടുക്കേണ്ട ഓർഡറാണ്. അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കൊടുക്കുമ്പോഴത്തേനും കേക്ക് നല്ല സെറ്റായിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടാണ്, ഫ്രഷ് സ്ട്രോബെറി അല്ല. ഞാൻ മാംഗോയും എല്ലാ കേക്കും തന്നെ ഇതുപോലെ ക്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ, മാംഗോ, സ്ട്രോബെറി എല്ലാ കേക്കും, ബ്ലൂബെറി. അപ്പോൾ ഇത് എനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ആൾ തന്നെയാണ് ഈ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ട്രോബെറി കേക്കാണ് എന്നോട് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ ഡിസൈൻ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരത് എഫ് ബിന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ആ ഡിസൈൻ അയച്ചു തന്നതാണ് ഇതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആ കേക്കിൽ ചെയ്തിട്ടുള്ളത് ഒരു റോസ് കളറിലായിരുന്നു. അപ്പോൾ അവർക്കിന്ന് പർപ്പിൾ കളറിൽ ആ ഡിസൈൻ വെച്ച് ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്ക് സൈഡ് ഇതുപോലെ സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ സ്ക്രേപ്പർ വെച്ച് ഇതുപോലെ സൈഡ് ചെയ്തിട്ട് പിന്നെ ചെറിയ രീതിയിൽ കേക്ക് കാണുന്നിടത്തൊക്കെ ഇതുപോലെ ക്രീം വെച്ച് പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും. പിന്നെ അവർക്ക് പർപ്പിൾ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പർപ്പിൾ കളർ ഇതുപോലെ കേക്കിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ഒന്ന് ആക്കിയിട്ട് സ്ക്രേപ്പർ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബേസിലുള്ള കുറച്ച് ക്രീമൊക്കെ അങ്ങ് കളയുന്നുണ്ട്, ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി. പിന്നെ ഇതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ മാജിക് കളേഴ്സിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ പർപ്പിൾ കളറ്. ഇനി നമ്മുടെ പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്ന ആ ഡിസൈനിൽ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ചോക്ലേറ്റ് ഡ്രിപ്പ് ആകാത്ത ഭാഗത്ത് നമ്മൾ ഒരു സ്പൂണിലെടുത്തിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പർപ്പിൾ കളറ് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. ഇത് 100 N1 എന്ന് പറഞ്ഞ നോസിലാണ്. അത് വെച്ച് ഇതുപോലത്തെ 3 റോസ് ഫ്ലവർ ഇതുപോലെ സൈഡിലായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോൾസ്, വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വൈറ്റ് കളറിലുള്ള വലിയ സൈസിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് 3 എണ്ണം ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ താഴെ ഒരു കേക്ക് ബോർഡർ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടനിലാണ് പേര് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പേരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.